ഏറ്റവും സ്നേഹമുള്ളവരെ, ഫാത്തിമ മാതാവിൻ്റെ ദേവാലയത്തിലാണ് നമ്മളിപ്പോൾ. ഡിസംബർ 8-ാം തീയതി അമലോത്ഭവ മാതാവിൻ്റെ പെരുന്നാളാണ്. മാതാവ് പാപരഹിതയായി ജനിച്ചു എന്നുള്ളതാണ്. അത് സഭയുടെ ആരംഭം മുതൽ അങ്ങനെ തന്നെയാണ് വിശ്വസിച്ചിരുന്നത്. അമലോത്ഭവ മാതാവിൻ്റെ ഈ തിരുനാൾ ദിവസം എൻ്റെ മനസ്സിലേക്ക് ഏറ്റവും അധികമായി ഓടിയെത്തുന്നത് പരിശുദ്ധ അമ്മയുടെ തിടുക്കത്തിലുള്ള ഒരു യാത്രയാണ്. എലിസബത്ത് അമ്മായി ഇളയമ്മ ഗർഭിണിയായെന്ന വിവരം കേട്ടപ്പോൾ മറിയം സന്തോഷത്തോടെ ആ മലഞ്ചെരുവുകളൊക്കെ കടന്ന് അവിടെ ചെന്ന് പരിശുദ്ധ അമ്മ ആ എലീശുവെ സഹായിക്കുകയാണ്. ഒരു കളങ്കരഹിതമായ ഹൃദയത്തിൽ നിന്ന് മാത്രമാണ് ഇങ്ങനെ ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ അമ്മയുടെ പെരുന്നാളാണ് ഡിസംബർ 8-ാം തീയതി. അമലോത്ഭവരഹിതയായി ജനിച്ച അമ്മ ഗബ്രിയേൽ ദൈവദൂതൻ്റെ അരികിൽ പറയുന്നുണ്ട്, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ. ഈ അവസരത്തിൽ ഞാൻ വന്നിരിക്കുന്നത് ഡൽഹിയിൽ ഫാത്തിമ മാതാവിൻ്റെ ഈ ദേവാലയത്തിൽ കുർബാന അർപ്പിച്ച ശേഷം ഒരു രോഗിയായ മനുഷ്യനു വേണ്ടി പ്രാർത്ഥിക്കാനാണ് നിൽക്കുന്നത്. കർത്താവിൻ്റെ ഇഷ്ടം എന്താണോ ആ ക്യാൻസർ രോഗിക്ക് പൂർണ്ണമായ സൗഖ്യത്തിനിടയാകട്ടെ എന്ന് അമ്മയോട് പ്രാർത്ഥിക്കുകയാണ്. അമ്മയോട് മധ്യസ്ഥം തേടിയിട്ടുള്ള ആരെയും അമ്മ ഉപേക്ഷിച്ചിട്ടില്ല. ഫാത്തിമായിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടു. ഫ്രാൻസിസ്ക, ജസീന്ത, ലൂസി എന്നിവർക്ക്. അതുപോലെ തന്നെ അമ്മയുടെ പ്രത്യക്ഷം നടക്കുന്ന ഒരു സ്ഥലമാണ് മെഡ്ജുഗോറിയ. അവിടെ വിസ്ക, മറിയാന, ഇവാങ്ക, മരിയ, 2 ആൺകുട്ടികളുണ്ട്, ഇവാൻ, യാക്കോബ്. അവരൊക്കെ വലിയ ആളുകളായി. അവിടെ മാതാവ് നൽകുന്ന സന്ദേശം പ്രാർത്ഥിക്കുന്നവരാവുക, അനുദപിക്കുന്നവരാവുക, സമാധാനമുള്ളവരാവുക. ദൈവത്തിൻ്റെ സമൃദ്ധമായ അനുഗ്രഹം ഈ അമലോത്ഭവ മാതാവിൻ്റെ പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ ദിവസങ്ങളിൽ നിങ്ങൾക്കുണ്ടാകട്ടെ. ഇന്ന് ഡിസംബർ മാസം 6-ാം തീയതിയാണ്. 2 ദിവസവും കൂടി കഴിഞ്ഞാൽ അമലോത്ഭവ മാതാവിൻ്റെ പെരുന്നാളാകും. അമലോത്ഭവ മാതാവിൻ്റെ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏവർക്കും ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. മാതാവേ നന്ദി. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ.